അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പും താക്കീതും എല്ലാം അവഗണിച്ച് തള്ളി ഗസയിൽ ഇസ്രയേലിന്റെ ഉഗ്ര ആക്രമണം വീണ്ടും തുടങ്ങി. 24 മണിക്കൂറിനുള്ളിൽ മാത്രം 200-ലേറെ ഗാസ നിവാസികളെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊന്നൊടുക്കിയത്. ഹമാസ് ഭീകരർക്കായുള്ള തെരച്ചിലും യുദ്ധവും സാധാരണക്കാരായ ഗാസ നിവാസികളുടെ ജീവൻ ബലി കഴിച്ചുകൊണ്ടാകരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം അറിയിക്കാൻ ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ നേരിട്ട് ടെൽ അവീവിലെത്തി ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിൽ കാണുകയും ചെയ്തതാണ്. എന്നാൽ വെടിനിർത്തലോ യുദ്ധത്തിന് ഇടവേളയോ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് ഗസയുടെ ശേഷിക്കുന്ന ഭാഗം കൂടി തകർക്കും വിധമുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നടത്തിയത്. അതിനിടെ ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്ന് 5 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലി സൈന്യം കണ്ടെത്തി. തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സൈന്യം മുന്നേറുകയാണ്. ഈ മാസം ആദ്യം മറ്റ് 2 ബന്ദികളുടെയും മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. യുദ്ധം 11ാം ആഴ്ചയാണ് പിന്നിടുന്നത്. ജനുവരി 7 ആകുമ്പോൾ 3 മാസമാകും. ഇടയ്ക്ക് ഒരാഴ്ചത്തെ വെടിനിർത്തൽ ഒഴിച്ചു നിർത്തിയാൽ രൂക്ഷമായ വ്യോമാക്രമണവും കരയാക്രമണവുമാണ് ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേലി അതിർത്തിയോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളിലാണ് ആക്രമണം ആദ്യം ഘടിപ്പിച്ചത്. ഇവിടുത്തെ ആശുപത്രികളും സ്കൂളുകളും എല്ലാം തകർത്തു കളഞ്ഞു. ഇപ്പോൾ ഇസ്രയേലി നഗരമായ ഖാൻ യൂനിസിൽ നിന്ന് മാറി ഗാസ സിറ്റി ലക്ഷ്യമിട്ടാണ് ഇസ്രയേലി ആക്രമണം. ഹമാസിന്റെ വലിയ ആയുധപ്പുരകളും ഒളിയിടങ്ങളും ഉള്ളത് ഖാൻ യൂനിസിലും ഗാസ സിറ്റിയിലുമാണെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ. 24 മണിക്കൂറിലേറെയായി ഖാൻ യൂനിസ് പട്ടണം പുകയിൽ മൂടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇടതടവില്ലാതെ നടക്കുന്ന ഷെല്ലാക്രമണത്തെ തുടർന്നാണ് ഈ പുക പടരുന്നത്. ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ ആക്രമണം തുടങ്ങിയപ്പോൾ ജനങ്ങളോട് ഖാൻ യൂനിസിലേക്ക് മാറാനാണ് പറഞ്ഞിരുന്നത്. ഹമാസിനെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട നഗരമാണ് ഇത്. ഒക്ടോബർ 7-ന് ഇസ്രയേലി അതിർത്തി കടന്നു ചെന്ന് യുദ്ധത്തിന് തുടക്കമിട്ട ആക്രമണം നടത്തിയ ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ ജന്മദേശം കൂടിയാണ് ഇത്. ഖാൻ യൂനിസിൽ യുദ്ധമുന്നണിയിലുള്ള സൈനികരെ ഇസ്രയേലി സൈനിക മേധാവി ഹെർസി ഹലേവി സന്ദർശിച്ചു. വളരെ മികച്ച രീതിയിലാണ് സൈന്യം യുദ്ധം ചെയ്യുന്നതെന്നായിരുന്നു ഹെർസി ഹലേവിയുടെ പ്രതികരണം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 20,000 കടന്നെന്ന കണക്കുകളും വരുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇപ്പോൾ ഗാസയുടെ പല ഭാഗങ്ങളിലും വീടില്ലാത്ത നിരവധി പേരാണുള്ളത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പേർ UN ഷെൽട്ടറുകളിലുണ്ട്. ഇവർക്കാവശ്യമായ വെള്ളമോ ഭക്ഷണമോ എത്തിക്കാനാവുന്നില്ല. മരുന്നുകളും ആവശ്യത്തിനില്ലാത്തതും ചെറിയ പ്രതിസന്ധി ഒന്നുമല്ല സൃഷ്ടിക്കുന്നത്. ആശുപത്രികൾ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതിനാൽ ചികിത്സ തേടി പോകുന്നത് പോലും സുരക്ഷിതമല്ല. സാധാരണക്കാരായ ഇസ്രയേലികളെ ഒരു വിധേനയും ആക്രമിക്കുന്നില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രയേലിലെ കിബുത്സിമിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 1140 പേർക്ക് പകരമാകണമെങ്കിൽ ഹമാസ് തന്നെ ലോകത്ത് നിന്ന് ഇല്ലാതാകണമെന്നും അതിനുള്ള ലക്ഷ്യത്തിലാണെന്നുമാണ് ഇസ്രയേലി നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ വേണമെന്നും സഹായ വസ്തുക്കൾ ഗാസ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ അവസരമൊരുക്കണമെന്നുമുള്ള ലോകത്തിന്റെ അഭ്യർത്ഥനയും ഇസ്രയേൽ നിരസിക്കുകയാണ്. വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയിരുന്നു. എത്ര കാലം നീണ്ടാലും അവസാന ഹമാസുകാരനെയും വകവരുത്തിയെന്നുറപ്പായ ശേഷമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാടാണ് ഇസ്രയേൽ പക്ഷേ ആവർത്തിക്കുന്നത്. ഇതിനിടയിൽ വെടിനിർത്തലോ മനുഷ്യത്വപരമായ ഇടപെടലോ സാധ്യമല്ലെന്നും അവർ പറയുന്നു. എക്കാലത്തെയും ഇസ്രയേലിന്റെ നയതന്ത്ര പങ്കാളിയാണ് അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സഹകരണം മാത്രമല്ല, സൈനിക സഹകരണവുമുണ്ട്. ഇസ്രയേലിന്റെ എല്ലാ നടപടികളെയും കാലാകാലങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാരും സമ്പൂർണ്ണമായി അനുകൂലിക്കുന്നവരാണ്. ഹമാസ് ഭീകര സംഘടനയാണെന്നും തീർത്ത് കളയേണ്ടവരാണെന്നും അമേരിക്കയ്ക്കും നിലപാടുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രയേലിന്റെ നിലപാടിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല അമേരിക്കൻ നിലപാട്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ഇസ്രയേലിനോട് ഒന്ന് അടങ്ങാൻ പറയുന്നു. അത് ഹമാസിനോടുള്ള സോഫ്റ്റ് കോർണറോ യുദ്ധം വേണ്ട എന്ന നിലപാടോ അല്ല, മറിച്ച് ഇങ്ങനെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഈ യുദ്ധം ഏതാണ്ട് ഒരു വംശഹത്യ എന്ന നിലയിലേക്കാണ് പോകുന്നത്. പല രാജ്യാന്തര മാധ്യമങ്ങളും
പലസ്തീനികളുടെ വംശഹത്യ എന്ന നിലയിലാണ് ഈ യുദ്ധക്കെടുതികളെ ചിത്രീകരിക്കുന്നത്. ഇത് പലസ്തീനിലെ വരാനിരിക്കുന്ന തലമുറയെ കൂടി കടുത്ത ഇസ്രയേൽ അമേരിക്ക വിരുദ്ധരാക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് മുന്നിൽ കണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് യുദ്ധത്തിന് ചെറിയൊരിടവേള നൽകണമെന്ന് ജോ ബൈഡൻ ആഴ്ചകൾക്ക് മുൻപേ ആവശ്യപ്പെട്ടത്. ഗസയിൽ 24 ലക്ഷമാണ് ജനസംഖ്യ എന്നാണ് കണക്ക്. അതിൽ 80% വീടുകൾ ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു. ഇവരെല്ലാം ഇപ്പോൾ വിവിധ ഷെൽട്ടറുകളിൽ കഴിയുകയാണ്. സ്വന്തം വീടുകളിലേക്കും ഭൂമിയിലേക്കും മടങ്ങണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പലരും അതിനായി ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുൻ യുദ്ധബാക്കികൾ പോലെ ഗാസയിൽ ഒരു പുനർനിർമ്മാണം ഉടനെയൊന്നും സാധ്യമാകില്ല. ഇവർക്കൊന്നും ആവശ്യത്തിനുള്ള ഭക്ഷണമില്ല. UN സഹായ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതെല്ലാം ചേർന്ന് ശരിക്കും നരക തുല്യമായിരിക്കുകയാണ് ഗാസ ഇപ്പോൾ എന്ന് വേണം പറയാൻ. ഹമാസിന്റെ തടങ്കലിലുള്ള 129 ഇസ്രയേലി ബന്ദികളുടെ കാര്യത്തിലും വലിയ അനിശ്ചിതത്വം ഈ ദിവസങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് ഇസ്രയേലിലുള്ള ഇവരുടെ ബന്ധുക്കൾ അറിയിച്ചു. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് സുരക്ഷാ ജോലിക്കായി നിയോഗിച്ചിരുന്ന ഹമാസുകാർ വഴിയാണ് ബന്ദികളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. ഇവരെ കിട്ടാതായതോടെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഈ 129 പേരിൽ ചിലരെങ്കിലും മരിച്ചതായും സംശയിക്കുന്നുണ്ട്. നേരത്തെ 3 ഇസ്രയേലി ബന്ദികളെ ഇസ്രയേൽ സൈന്യം തന്നെ വെടിവെച്ചു കൊന്നിരുന്നു. ചെങ്കടൽ മേഖലയിൽ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണവും വലിയ ശ്രദ്ധയാണ് നേടുന്നത്. യുദ്ധം ഗാസയുടെ അതിർത്തികൾക്ക് പുറത്തേക്കും കടന്നാൽ ഇറാൻ ഇടപെടുമെന്ന ആശങ്കയും ലോകത്തിനുണ്ട്. ഇപ്പോൾ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് ഇറാന് പങ്കില്ലെന്നും ഹൂതികളുടെ തീരുമാനമാണെന്നുമാണ് വിശദീകരണം. എന്നാൽ ഗാസയ്ക്ക് പുറത്തേക്ക് യുദ്ധം വ്യാപിച്ചാൽ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വലിയ കെടുതികൾ ഉണ്ടാക്കാതെ എത്രയും വേഗം അവസാനിക്കാനാണ് ലോകം ആഗ്രഹിക്കുന്നത്.